സുഹൃത്തുക്കളെ, ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. മോഹൻലാൽ ഒരു ഏശയാണോ? ഈ ഒരു ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്റെ വകയുള്ള ചോദ്യമാണ്. അല്ല സുഹൃത്തുക്കളെ, ഒരു ചെങ്കാതി ഞാൻ പരിചയപ്പെടുത്താം. ഈ മനുഷ്യൻ പറഞ്ഞ വാക്ക് കേട്ട് കഴിഞ്ഞാൽ ഈ ലോകത്തെ ഒരു നല്ല സിനിമക്കാരൻ മൂപ്പര് മാത്രമേ ഉള്ളൂ. ഒന്ന് കേട്ടോ. മമ്മൂട്ടി പ്ലസ് ഞാൻ പറയുമ്പോ മോഹൻലാൽ, പൃഥ്വിരാജ് ഒരു ക്ലബ് പറയാനൊക്കെയുള്ളൂ. കാരണം ഇവര് മൂന്നാല് പേരാണ് ഇൻഡസ്ട്രി തകർത്തോണ്ടിരിക്കുന്നത്. ഈ ഒരു മഹാനുഭാവൻ ഞാൻ അതേ പറഞ്ഞു, ഇത് ആരാന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്തി നന്നായിരിക്കും. നമ്മുടെ AP അഹമ്മദ് എന്ന് പറയുന്ന ഈ അടുത്ത കാലത്ത് മെല്ലെ മെല്ലെ സംഗീതത്തിലേക്ക്, അറിയാതെയെങ്കിലും സംഗീതത്തിലേക്ക് വളരെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ചെങ്കാത്തിയാണ് AP അഹമ്മദ്. അദ്ദേഹം CPI-കാരനാണെന്നാണ് എൻ്റെ ഒരു ധാരണ കേട്ടോ. എന്തായാലും ആ ചെങ്കാതിയുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിലാണ് ഈ ഒരു മനുഷ്യൻ പറയുന്നത് മോഹൻലാലും മമ്മൂട്ടിയും ഒപ്പം പൃഥ്വിരാജും കൂടിയിട്ട് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ സങ്കല്പത്തില് നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണനും അതിന്റെ മുമ്പുണ്ടാകുന്ന അരവിന്ദനും അങ്ങനത്തെ കുറെ സിനിമക്കാരുണ്ടല്ലോ, അല്ലെങ്കിൽ വിദേശത്ത് കുറെ സിനിമകളുണ്ടല്ലോ, കുറെ അവാർഡ് സിനിമകൾ എന്നൊക്കെ പറയുന്ന സിനിമകൾ. അത്തരം സിനിമ എടുക്കുന്ന ആളുകൾ മാത്രമാണ് നമ്മുടെ മലയാള സിനിമയില് ഈ ലോകത്ത് നല്ല സിനിമക്കാരായിട്ടുള്ളൂ. അങ്ങനെ സിനിമ എടുക്കാൻ ഇതുവരെ മലയാളത്തില് കേരളത്തില് ഒരാൾക്കും സാധിക്കാത്തതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ ആൾക്കാരും, എല്ലാ നടന്മാരും, എല്ലാ സംവിധായകരും, എല്ലാ നടിമാരും അറിവോറന്മാരാണ്. പ്രത്യേകിച്ച് മോഹൻലാല് ലോക തറയാണ്. മമ്മൂട്ടി ആണെങ്കിലോ മമ്മൂട്ടിക്ക് വേണ്ടി മാത്രം സ്ക്രിപ്റ്റ് മാറ്റി എഴുതുന്ന ഏർപ്പാടുകളൊക്കെ സിനിമയിൽ സംഭവിക്കുന്നുണ്ടെന്നാണ് ഈ ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തായാലും കേട്ടോക്കാം. ഇയാളുടെ വെടലത്തരങ്ങൾ എന്തൊക്കെയെന്ന് അറിയണല്ലോ. ഡയലോഗ് ഇതിനു വേണ്ടി പറയും നൻപകൽ നേരത്തെ മയക്കുന്ന സിനിമ. അതിനകത്ത് ഇങ്ങനെ മമ്മൂട്ടി ഗ്രാമത്തിൽ വന്നിട്ട് വേറെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഒരു സൈക്കിളിൽ ഇങ്ങനെ പോകും. അപ്പൊ അവർ ആരോ ഒരാളൊന്ന് ചോദിക്കുന്നതാണ്, ഇതുവഴി സുഖനായ ഒരു ചെറുപ്പക്കാരൻ സൈക്കിളിൽ പോയത് കണ്ടോ? ഞാൻ അവിടെ വെച്ച് ആ സിനിമ കാണാൻ നിർത്തി. കാരണം അതാണല്ലേ, നീയൊക്കെ ഈ സിനിമ കാണാൻ നിർത്തുന്നതാണ് നമ്മുടെ മലയാള സിനിമയ്ക്കും ഏകദേശം നിനക്കൊക്കെ നല്ലത്. ഇയാൾ പറയുന്നത് നൻപകൽ നേരത്തെ മയക്കം എന്ന് പറയുന്ന സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം. മമ്മൂട്ടി അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്ത ഒരു സിനിമയാണ്. അങ്ങനെ തന്നെ പറയേണ്ടി വരും കേട്ടോ. മമ്മൂട്ടി അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്ത സിനിമയാണ് നൻപകൽ നേരത്തെ മയക്കം. നമ്മുടെ ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് അതിന്റെ കഥയും തിരക്കഥയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് ആ ഒരു സിനിമ എത്തിച്ചത്. കഥ അദ്ദേഹമല്ല, ഐ തിങ്ക് സംബഡി എൽസ്, ഐ ഫോർഗോട്ട് ദി നെയിം ഓഫ് റൈറ്റർ, ഐ തിങ്ക് ഐ ഫോർഗോട്ട് ഇറ്റ്. എന്തായാലും ആ ഒരു സംഗതി നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചത് അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് മമ്മൂട്ടിയെ കൊണ്ട് അഭിനയിപ്പിച്ച് ആ ഒരു സിനിമ എത്തിക്കുന്നത്. ആ സിനിമയുടെ കഥ പറയുകയാണെങ്കിൽ, ഒരു ഗ്രാമത്തിലൂടെ, തമിഴ്നാട് ഗ്രാമത്തിലൂടെ വേളാങ്കണ്ണിക്ക് യാത്ര പോയ ആളുകൾ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് എത്തുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പാടത്തിന് നടുക്ക് വെച്ചിട്ട് മൂത്രമൊഴിക്കാനും മറ്റും ഇറങ്ങുന്ന മമ്മൂട്ടിയുടെ ഈ കഥാപാത്രം, ജോർജ് എന്ന് പറയുന്ന അതിലെ പേര്, ആ ഒരു കഥാപാത്രം പിന്നീട് ആ ഒരു തമിഴ്നാട്ടിൽ നിന്ന് 3 വർഷം മുമ്പ് കാണാതായ ഒരാളായിട്ട് പരകായ പ്രവേശനം നടത്തുന്നു, അവിടെ നടക്കുന്നൊക്കെയാണ് കഥ. അതിനിടയ്ക്ക് ആ ഒരു മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അയാളുടെ വീട്ടിലെത്തി, അയാളുടെ ഡ്രസ്സ് ധരിച്ച് അയാള് സൈക്കിളൊക്കെ എടുത്ത് പോകുന്നുണ്ട്. അപ്പോഴാണ് തൊട്ടടുത്തുള്ള ഏതൊരാൾ ചോദിക്കുന്നത്, ഇതുവഴി സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ പോണ കണ്ടോ? ആ ഒരു ചോദ്യം ചോദിച്ചത് ഇയാൾക്ക് ഇഷ്ടമായില്ല. ഈ മനുഷ്യന് അങ്ങനത്തെ ഒരു ചോദ്യം, അങ്ങനത്തെ ഒരു ഡയലോഗ് അവിടെ വന്നത് ഈ മനുഷ്യൻ ഇഷ്ടമായില്ല. ഇയാൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ആ കേട്ടിട്ട് നമുക്ക് സംസാരിക്കാം. മമ്മൂട്ടിക്ക് വേണ്ടി എഴുതുന്ന ഡയലോഗാണ്. സുമുഖനാണ്, ചെറുപ്പക്കാരനാണ്. ഇവര് രണ്ടും ഇവര് എംപ്ലോയീസ് ആണ്. മോഹൻലാൽ കണ്ടില്ലേ? അതായത് നമ്മുടെ ഈ സിനിമക്കാരൊക്കെ വെറും എംപ്ലോയീസ് ആണ്. മമ്മൂട്ടിക്ക് വേണ്ടി എഴുതിയ ഡയലോഗാണ് അതെന്നുള്ളതാണ്. എന്റെ പൊന്നു പൊട്ട, എനിക്ക് താങ്കളോട് പറയാനുള്ളത്, അത് മമ്മൂട്ടിക്ക് വേണ്ടി എഴുതിയ ഡയലോഗല്ല, അത് ആ ഒരു കഥാപാത്രത്തിന് വേണ്ടി എഴുതിയ ഒരു ഡയലോഗാണ്. ആ കഥാപാത്രം 3 വർഷം മുമ്പ് മരിച്ചുപോയ ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ്. 3 വർഷം മുമ്പ് ആ ഒരു ഗ്രാമത്തിൽ നിന്ന് എങ്ങോട്ടോ പോയ ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ്. അയാൾ സുമുഖനാണ്. ഒരു തമിഴനായതുകൊണ്ട്, അയാൾ ഒരു അല്പം കറുത്ത നിറമുള്ളതുകൊണ്ട് സുമുഖൻ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അയാൾക്ക് ആകെ ഒരു 40യുടെ അടുത്ത് മാത്രമേ പ്രായമുള്ളൂ. 40ഓളം വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. എത്ര പ്രായമുള്ള ആളായിട്ട് ആള് അഭിനയിച്ചാലും ഒരു 40 വയസ്സുകാരനായിട്ട് അഭിനയിക്കുമ്പോൾ അയാളെ സുമുഖൻ എന്ന് തന്നെയല്ലേ ആ സിനിമയിൽ നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടത്? നോക്കൂ, നമ്മുടെ മലയാള സിനിമയിൽ ഒരുപക്ഷെ ചില ആളുകൾ നമുക്ക് KPSൽ എഴുതിയെടുക്കാം. ഒരു 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരെ എന്ന KPSൽ എഴുതാം. അവരൊരു 50 വയസ്സുള്ള ഒരു സ്ത്രീയായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ പൊന്നമ്മ നോക്കൂ, അവർക്ക് 20 വയസ്സുള്ള സമയത്തൊക്കെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അമ്മയായിട്ട് അഭിനയിക്കുമ്പോൾ വയസ്സി എന്ന് വിളിക്കും. അപ്പൊ അയാളെ റിയൽ പ്രായം വെച്ചിട്ട് അങ്ങനെ വിളിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ബോഷ്ക്ക് വർത്തമാനമാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് വിവരമുള്ളത്?
ലെവലേശം ധാരണയില്ലാതെ ബോധമില്ലാതെ ഈ ഒരു എന്താ പറയുക സമയത്ത് ഇങ്ങനെയൊക്കെ ഒന്ന് വിളിച്ചു പറയണമെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് എവിടേക്ക് എന്തൊക്കെയോ കുരു പൊട്ടുന്നു എന്നർത്ഥം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് മമ്മൂട്ടി ഇഷ്ടമല്ല, മോഹൻലാലിന് ഇഷ്ടമല്ല. ആ രണ്ടുപേരും ഈ ഒരു മനുഷ്യന്, ഈ മഹാനുഭാവന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ ഓരോന്ന് വന്നിരുന്ന് പറയുന്നു മാത്രം നമുക്ക് കരുതേണ്ടത് കേട്ടോ. ഇയാള് എന്തായാലും ആ ഒരു സൈക്കിള് ഓടിച്ചു പോകുന്ന ആ ഒരു മനുഷ്യൻ, സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ പോണത് കണ്ടോ എന്ന് ചില ആളുകളൊക്കെ അതിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം കേട്ട പാട് തന്നെ ഇയാൾ സിനിമ നിർത്തി. ഇയാൾക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇത്തരം പുത്തൻ സിനിമകളൊന്നും മനസ്സിലാക്കാനുള്ള തലച്ചോറ് താങ്കൾ അടക്കമുള്ള ആളുകൾക്ക് ഇല്ല എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ടായിരിക്കും നിങ്ങൾ സിനിമ നിർത്തി ഇറങ്ങിപ്പോവാൻ കാരണം. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഇയാള് മോഹൻലാലിന്റെ കുറ്റം പറയാണ്. നമ്മുടെ നളിനി ജമീല എന്ന് പറയുന്ന വേശ്യാവൃത്തി ചെയ്തിരുന്ന, ശരീരം വിട്ട് ജീവിച്ചിരുന്ന ഒരു സ്ത്രീ ഉണ്ട്. ഇപ്പോഴവർ ജീവിച്ചിരിക്കുന്നുണ്ട്. അവരൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഞാൻ ലൈംഗിക തൊഴിലാളി നളിനി ജമീല. ഇനി നളിനി ജമീല എന്നുള്ള പേര് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നളിനി ഒരു ഹിന്ദു നാമമാണ്, ജമീല ഒരു മുസ്ലിം നാമമാണ്. ഈ വിവാഹത്തിനും മറ്റുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് നമ്മൾ ഈ ജാതി മതത്തെ നോക്കുക. ലൈംഗിക വീഴ്ചയ്ക്ക് പലപ്പോഴും നമ്മുടെ കേരളത്തില് ഈ ജാതി മതമൊന്നും നോക്കാറില്ല. അത് ഏത് ജാതിയിൽപ്പെട്ടതായാലും ഏത് മതത്തിൽപ്പെട്ടായാലും കാര്യം നടന്നാൽ മതി എന്ന് മാത്രമാണ് ആളുകളുടെ ചിന്ത. അതുകൊണ്ട് ഇവര് രണ്ടുപേരും എടുത്തണിഞ്ഞു എന്നുള്ളതാണ്. നളിനി എന്നുള്ള പേര് അണിഞ്ഞു, ജമീല എന്നുള്ള പേരും അവര് എടുത്തണിഞ്ഞു. അങ്ങനെയാണ് ആ പേരൊക്കെ വരുന്നവർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥാപാത്രമാണ്. ഒരുപാട് ജീവിത അനുഭവങ്ങൾ ഒരു കഥാപാത്രമാണ്. അവരൊരു ആത്മകഥയാണ് ഞാൻ നളിനി ജമീല. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു പുസ്തകമാണ്. ആരെങ്കിലും വായിച്ചിട്ടെങ്കിൽ വായിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. പറയുന്നത് നളിനി ജമീലയെ പോലെ ഒരു വേശ്യയാണ് നമ്മുടെ മോഹൻലാലും എന്നാണ് അടുത്തതായിട്ട് ഈ ഒരു ചെറുപ്പക്കാരൻ, ഈ ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ പറയുന്നത്. കേട്ടോ, ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ജോണി ലൂക്കാസിനുണ്ട് എനിക്ക് 3000-ൽ കൂടുതൽ പേരുമായിട്ട് ബന്ധമുണ്ട്. 3000-ൽ കൂടുതൽ ബന്ധമുള്ള നളിനി ജമീലയുടെ പുരുഷ രൂപമുള്ള മോഹൻലാൽ. നളിനി ജമീലക്കാർ 2000 കൂടുതൽ ആളുകളുണ്ടെന്ന് നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്യും, ലാലേട്ടൻ വന്നേന്ന് അമ്മൂമ്മമാര് വരെ വിളിക്കും ലാലേട്ടൻ. ഇത് നമ്മുടെ പ്രശ്നമാണ്, അവരുടെ പ്രശ്നമൊന്നുമല്ല, നമ്മുടെ സത്യം നിങ്ങളെ മാത്രം പ്രശ്നമാണെന്ന് പറയേണ്ടി വരും. എന്റെ പ്രശ്നമൊന്നുമല്ല സുഹൃത്തുക്കളെ, എന്റെ പ്രശ്നമല്ല. നളിനി ജമീലെ പോലെയാണ് നമ്മുടെ മോഹൻലാൽ. എന്ന് വെച്ചാൽ നളിനി ജമീലയ്ക്ക് 2000-ഓളം ആളുകളായിട്ട് ബന്ധമുണ്ടായിരുന്നു. മോഹൻലാൽ പറയുന്നത് ഈ അടുത്ത കാലത്ത് അദ്ദേഹം 3000-ഓളം സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്. ഈ 3000-ഓളം സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് ഇദ്ദേഹം എങ്ങനെയാണ് വ്യാഖ്യാനിച്ചുണ്ടാക്കിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 3000 അല്ല 300-ഓളാണെന്ന് പറയുന്നത്. എന്തായാലും സ്ത്രീകളുമായിട്ട് ബന്ധമുള്ളത് ഈ ഒരു മനുഷ്യൻ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചുകൊണ്ടെന്ന് വെളിപ്പെടുത്തുന്നില്ല. ഒന്നുകിൽ നിങ്ങൾ ആ ഇന്റർവ്യൂ പരിപൂർണമായിട്ട് കണ്ടിട്ടില്ല. ആളുകൾ ഇങ്ങനെ പറയുന്നതിന് ഞാനിതിനെ എതിർക്കണം. ആളുകൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞോട്ടെ. അത് എനിക്കായിട്ട് അവരുടെ പറച്ചിലുകൾ എനിക്ക് തടുക്കാൻ കഴിയില്ല. ഓരോരുത്തരോടും എനിക്ക് വന്നിട്ട് അതങ്ങനെ പറയരുതെന്ന് പറയാൻ കഴിയില്ല. പറയാനുള്ളത് പറഞ്ഞോട്ടെ, ഞാൻ എൻ്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോകും എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് മോഹൻലാൽ. ഇയാൾ വിചാരിക്കുന്ന പോലെ 3000 സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു മോഹൻലാൽ എന്ന അർത്ഥത്തിലല്ല മോഹൻലാൽ അന്ന് അത് പറഞ്ഞത് എന്നർത്ഥം. എന്തൊക്കെയാലും ഇത്തരത്തിലുള്ള കുറെ ആളുകളൊക്കെ നമ്മുടെ മലയാള സിനിമയിൽ വിമർശകരായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര രസമാണ് ഇത്തരത്തിൽ കുറെ ആളുകൾ. പ്രായമാകും തോറും, ഇതിന് പ്രായമായതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കേട്ടോ, മമ്മൂട്ടിയെ പോലല്ല, പ്രായമാകും തോറും വിവരം വയ്ക്കുന്ന, പുത്തൻ കാര്യങ്ങളിൽ കൂടുതൽ അറിവുണ്ടാവുന്ന, ക്യാമറയെ പറ്റിയിട്ടും ലോകത്തടക്കുന്ന എല്ലാ കാര്യത്തിനും പറ്റിയിട്ടും നല്ല വിവരം ഉണ്ടാവുന്ന മമ്മൂട്ടിയെ പോലുള്ള ചില ആളുകൾ അല്ലെങ്കിൽ മോഹൻലാലിനെ പോലുള്ള ആളുകളൊക്കെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുമ്പോഴാണ് പ്രായമാകുമ്പോൾ വളരെയധികം ബോറൻ ജീവിതം നയിക്കുന്ന, വളരെയധികം എന്താ പറയുക ചിന്താഗതിയിലൊക്കെ വളരെയധികം മെനക്കേടുകൾ വരുന്ന ഇദ്ദേഹത്തെ പോലുള്ള ആളുകളും നമ്മുടെ മലയാള സിനിമയിൽ നിരൂപകരായിട്ടുണ്ടെന്നുള്ളതാണ്. നിരൂപകർ എന്ന് പറയുന്ന പക്ഷക്കാര് ഇത്തരത്തിലുള്ള കുറെ ഞങ്ങളൊക്കെ നാട്ടിലൊക്കെ വളി വർത്തമാനം എന്നൊക്കെ പറയും. അത്തരം വളി വർത്തമാനങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ളവര് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ അവിടെ അഭിനയിച്ച് നമുക്ക് നല്ല നിമിഷങ്ങൾ തന്ന്, നമുക്ക് നല്ല മണിക്കൂറുകൾ തന്ന്, നല്ല സിറ്റുവേഷൻസ് തന്ന്, നല്ല ഓർമ്മകൾ തന്ന് അവരങ്ങനെ ഭൂമിയിൽ സസുഖം വാഴും. ഇങ്ങനെ കുറെ കീടങ്ങളും നമുക്ക് ആവശ്യമാണ് സുഹൃത്തുക്കളെ. എന്തൊക്കെ തന്നെ ഈ സെപ്റ്റിക് ടാങ്കിൽ അല്ലെങ്കിൽ ഈ ബാത്റൂം കഴുകാൻ വേണ്ടിയിട്ട് ആ സാധനം ഒഴിച്ചാലും 2 1 ബാക്കി ഉണ്ടാവില്ലേ, അത് ഒന്നാണ്. ബൈ.